ഇടയിലുള്ള കുമാരി ചേച്ചി നമുക്ക് ബാവുച്ച അവർ രണ്ടുപേരാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഡോക്ടർ സുനിലിനോട് ചേർന്ന് ഉള്ള ആ ഉദ്യമത്തിൽ പ്രവർത്തിച്ചത്. അപ്പോൾ അതിൽ പ്രത്യേകം അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഡോക്ടർ സുനിലിനോട് അതുകൊണ്ട് കൂടെ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ പാർക്കുവാൻ പോകുന്ന ആ കുടുംബത്തിന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാറ്റിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദിയും പറയുന്നു. എൻ്റെ ചേട്ടത്തിയാണ് അമേരിക്കയിലുള്ളത്. പുള്ളിക്കാരിയുടെയും ചേട്ടൻ്റെയും നല്ല മനസ്സിന് ഇനി ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ അവരുടെ നിന്ന് ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് ആ കുട്ടിക്കും അവരുടെ കുടുംബത്തിനും സഹോദരത്തിനും എല്ലാ നന്മകളും നേരുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ യാതൊരു വീടിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും ഇവിടെ കണ്ടില്ല. ഞാൻ ശ്യാമ വിളിച്ച് പറഞ്ഞപ്പോഴും ഇതുപോലെ പറഞ്ഞു, ശ്യാമ ഇവിടെ ഇത്ര പെട്ടെന്ന് വീടായോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു ഭവനം മാഡം ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു. മാഡത്തിനെ കുറിച്ച് ഒരുപാട് നമ്മൾ പത്രവാർത്തകളിലൂടെയും അല്ലാതെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാം ഒരുപാട് ഞാൻ നേരിട്ട് കേട്ടും അറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നേരിട്ട് കാണാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. 322ാമത് ഭവനമാണ് ഇവിടെ. ഇപ്പം എൻ്റെ വാർഡിൽ തന്നെയാണ്, വാർഡിലെ ഒരു അംഗത്തിന് ആണ് ലഭിച്ചിരിക്കുന്നത്. മാഡത്തിനോടുള്ള പ്രത്യേക നന്ദി അവസരത്തെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്പോൺസർ ചെയ്ത കുമാരി, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തെ രേഖപ്പെടുത്തുന്നു. കുമാരിയും അതുപോലെ തന്നെ നമ്മുടെ മാഡം സെലിൽ മാഡത്തിനും ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്ക് ഒരുപാട് നന്മകൾ വരട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ എനിക്ക് 2 കുട്ടികളുണ്ട്. ഈ വീട് വെച്ച് തന്നതിന് ഒരുപാട് സന്തോഷം. ഇവള് വിവാഹം കഴിച്ച ആ ഭർത്താവ് ഉപേക്ഷിച്ച നിലയാണ്. അതുകൊണ്ട് ഇവൾക്ക് ഇവള് മുന്നോട്ട് താമസിക്കും, എങ്ങനെ ജീവിക്കും എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ടീച്ചർ ഒരു വീട് വെച്ച് തന്നു. കുമാരി ചേച്ചിയാണ് ഈ സ്പോൺസർ ചെയ്തത്. എൻ്റെ കൊച്ചിന് ഇപ്പോൾ കിടക്കാനൊരു വീടായി, 2 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. എൻ്റെ കൊച്ചിന് ഈ ഒരു വീട് വെച്ച് കൊടുത്തതില്ല. എനിക്ക് അങ്ങേയറ്റം ടീച്ചറോടും കുമാരി ചേച്ചിയോടും വളരെ വളരെ നന്ദിയുണ്ട്. എൻ്റെ കുഞ്ഞിനൊരു കടപ്പാടമായല്ലോ, അതോർത്ത് എനിക്ക് എന്നും നന്ദിയുണ്ട് ടീച്ചറെ. ഇതാണ് നമ്മളുടെ 322ാമത്തെ സ്നേഹഭവനം എന്ന് പറയുന്നത്. ദേവിക്കും 2 കൊച്ചു കുട്ടികൾക്കുമായിട്ടാണ് ഇത്. 2 മുറികളും അടുക്കളയും ഹോളും ബാത്റൂമും സിറ്റ് ഔട്ടും ഉള്ള ഈ വീട് കോന്നി മെഡിക്കൽ കോളേജിന് അടുത്തായിട്ട് കേന്ദ്രീയ വിദ്യാലയത്തിനോട് ചേർന്നായിട്ട് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് പണി കഴിപ്പിച്ച് നൽകിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ കുമാരി മാത്യു ആണ്. കുമാരിക്ക് ഒരുപാട് സ്നേഹം, സന്തോഷം ഒക്കെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന്
എല്ലാവരും ഓണം ആഘോഷിക്കുന്ന വേളയിൽ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിൽ അനേകർ 322ഓളം കുടുംബങ്ങൾ ഇന്ന് അവനവൻ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഓണം ആഘോഷിക്കാനുള്ള അവസരം ഒരുക്കി തന്ന എന്നോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇത്തരം കുടുംബങ്ങൾ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഓർക്കേണ്ടതും ഇത് തന്നെയാണ്. സ്വന്തം വീട്ടിൽ ആർഭാടമായിട്ട് ഓണം ആഘോഷിക്കുന്നതല്ല ഓണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്മസോ ഓണോ അങ്ങനെയുള്ള ആഘോഷങ്ങളെന്ന് പറയുന്നത്. ഇതുപോലുള്ള ആൾക്കാർക്ക് അവർക്ക് കിടന്നുറങ്ങാൻ വീടില്ലെങ്കിൽ എവിടെ നിങ്ങൾ ഓണം ആഘോഷിക്കും എന്നുള്ള ഒരു ചിന്ത ഞാൻ നിങ്ങളിലേക്ക് തരുന്നു. എല്ലാവർക്കും ഓണ ആശംസകൾ.